ഇനി ഇതിന് രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഉണ്ട്. അതായത് ഈ വരുണാസ്ത്രക്ക് അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ചോദിക്കാൻ പോകുന്നത്. ഒന്ന്, ഇത് ലോകത്തിലെ ആദ്യത്തെ GPS ഗൈഡഡ് ടോർപിഡോ ആണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് GPS ഗൈഡഡ് ടോർപിഡോ. ആന്റി സബ്മറൈൻ എന്ന് പറയാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ മറ്റ്, അതായത് ഫോറിൻ സബ്മറൈൻസ് നമ്മുടെ ടെറിട്ടറിയിൽ വരുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു. നമ്മളിൽ ഈ സാധനം ഉണ്ട്, ആ മീനിങ്ങിലാണ് പേരിടുന്നത്. അതായത് ആന്റി ടാങ്ക് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വാർ ഹെഡിൽ മറ്റൊരു എനിമി ടാങ്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ അവർ പേടിക്കും. നമ്മൾ എന്തിനാണ് ഇതിങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത്? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പുതിയൊരു സാധനം ഉണ്ടാക്കിയാൽ നമ്മളത് പേപ്പറിൽ ന്യൂസ് കൊടുക്കേണ്ട ആവശ്യം എന്താ? നമ്മൾ ഇന്റർനാഷണൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്തിനാ നമ്മൾ പതുങ്ങിയിരുന്നാൽ പോരെ? എന്തിനാ ഡിക്ലെയർ ചെയ്യുന്നത്? നമ്മൾ ബേസിക്കലി ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇത് ഉപയോഗിക്കണമെന്നുള്ള ഉദ്ദേശത്തിലല്ല. നമ്മളിൽ ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ടൊരു റെസിസ്റ്റൻസ് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. ആക്ച്വലി ഇതൊന്നും നമ്മളൊരു അധികം നമ്പർ ഉണ്ടാവണമെന്നില്ല. അത് മാത്രമല്ല ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. വെപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു മിസൈലിനൊക്കെ ഇപ്പോൾ ലോഞ്ച് ചെയ്ത് തന്നെ ഭയങ്കര നഷ്ടമായിരിക്കും ഡിഫൻസിന്. അപ്പം അതുകൊണ്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി അൺഡിക്ലെയർഡ് ആയ വെപ്പൺസും ഉണ്ടാവും. അതെല്ലാ കൺട്രീസിൻ്റെ അടുത്തും ഉണ്ടാവും. അവരുടെ അൺഡിക്ലെയർഡ് വെപ്പൺസ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പം ഇവിടെ ഇപ്പം ഈ സാധനം ഞാൻ പറഞ്ഞു, ഇത് ഫസ്റ്റ് എവർ GPS ഗൈഡഡ് ടോർപിഡോ ആണ്. എന്താ GPS ഗൈഡിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്താ? സാധാരണഗതിയിൽ സബ്മറൈൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് അവർ വേറെ സബ്മറൈനെ സെൻസ് ചെയ്യുന്നത്? വെള്ളത്തിനടിയിലാണ്, വിസിബിലിറ്റി ഇല്ല. അപ്പം എങ്ങനെയാണ് കാണുന്നത്? റഡാർ വെച്ചിട്ടാണ്. അവർ ഇപ്പോൾ അഡ്വാൻസ്ഡ് റഡാർ ഉണ്ട്. പണ്ടൊക്കെയാണ് ട്രഡീഷണൽ ടൈപ്പ് പഴയ റഡാർ. ഈ റഡാർ 3-4 ആംഗിളിൽ പിടിച്ചിട്ടുണ്ടാവും. ഈ ഷിപ്പിൻ്റെ, ഈ സബ്മറൈൻ്റെ 360 ഡിഗ്രി എല്ലാ ആംഗിളിൽ കൂടെയുള്ള ഒബ്ജക്റ്റിനെ ഇവർ സെൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ആ റഡാർ വഴി ട്രാക്ക് ചെയ്ത ട്രാക്ക് വെച്ചിട്ടാണ് ടോർപിഡോ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോർപിഡോനകത്തും ഒരു മിനിയേച്ചർ സെൻസറും റഡാറും ഉണ്ടാവും. അത് ആ സാധനത്തിന് പോയി ഹിറ്റ് ചെയ്യും. പക്ഷേ എപ്പോഴും എല്ലാ എനിമി സബ്മറൈനും റേഡിയോ വേവ്സിന് ഗെയിനബിൾ ആയിരിക്കുമോ? ചിലപ്പോൾ ഈ റേഡിയോ വേവ്സിനെ ഓൾട്ടർ ചെയ്ത് കളയാനുള്ളൊരു ഫെസിലിറ്റി ആ സബ്മറൈൻ്റെ കയ്യിലുണ്ടാവും. ചിലപ്പോൾ അത് നമ്മളെ തൊട്ടടുത്തുണ്ടെങ്കിൽ നമ്മൾ കാണില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഫേക്ക് സിഗ്നൽ അയച്ചു തരാൻ പറ്റും. വേറെ എവിടെയാണ് ഉള്ളതെന്നുള്ള ലൊക്കേഷൻ കാണിച്ചു തരാൻ പറ്റും. പക്ഷേ ആക്ച്വലി അവരുടെ ലൊക്കേഷൻ അവിടെ ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് വാട്ടറിനകത്ത് ഹിറ്റ് ആവാനുള്ള ആക്യുറസി ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ GPS ഗൈഡിങ് യൂസ് ചെയ്യുന്നത്. അതായത് വൺസ് റഡാറിൽ ഒരു എനിമി സബ്മറൈൻ സ്പോട്ട് ചെയ്താൽ നമ്മളതിൻ്റെ GPS കോർഡിനേറ്റ്സ് എടുക്കും. എന്നിട്ട് ആ GPS കോർഡിനേറ്റ്സ് ആയിരിക്കും ഇതിന് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് GPS കോർഡിനേറ്റ്സ് നോക്കിയിട്ടാണ് പോവുക. അപ്പോൾ കറക്റ്റായ ഹിറ്റിംഗ് ആയിരിക്കും. ഇനി ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ദിസ് ഇസ് ഇലക്ട്രിസിറ്റി പവേർഡ്. അതായത് ചാർജ് ചെയ്ത് വിടുകയാണ്. ഇതിനകത്ത് മറ്റ് ഫ്യൂവൽ യൂസ് ചെയ്യുന്നില്ല. ഇറ്റ്സ് എൻ ഇലക്ട്രിസിറ്റി പവേർഡ് GPS ഗൈഡഡ്. എന്തുകൊണ്ടാണ് നിങ്ങൾ എഴുതണ്ട, എന്തുകൊണ്ടാണ് ഇവിടെ ഇത് ഇലക്ട്രിസിറ്റി പവേർഡ് ആക്കാൻ പറ്റിയത്? ഇവിടെ ഹെവി വെയിറ്റ് ഓക്കെയാണ്, അതായത് വെയിറ്റ് പറ്റും. അപ്പോൾ നമ്മൾ അതിനെ അഡ്വാൻറ്റേജ് ആക്കി എടുത്തു. എങ്ങനെ? അതിനകത്ത് ബാറ്ററി സെറ്റ് ചെയ്തു. വെൻ യു സെറ്റ് ബാറ്ററി അത് ഹെവി ആവും. അതുകൊണ്ടാണ് പുറത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. വെള്ളത്തിനകത്താകുമ്പോൾ ഇലക്ട്രിസിറ്റി പവേർഡ് ആക്കാൻ, ചാർജ് ചെയ്യാൻ പറ്റും. ആ ചാർജർ സ്റ്റോറേജ് യൂസ് ചെയ്യും. അപ്പം ചോദിക്കാം, ഇവിടെ മിക്കവാറും ഇലക്ട്രിസിറ്റി പവേർഡോ അല്ല GPS ഇതിലേതെങ്കിലും ഒരു ഫാക്ടർ വെച്ചിട്ടാവാനാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ഇതിന് 2 വേർഷൻ ഉണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് ഗൈഡഡും ഉണ്ട്, റിമോട്ട് കൺട്രോൾഡും ഉണ്ട്. അതായത് നിങ്ങൾക്ക് സബ്മറൈൻ അകത്തിരുന്നുകൊണ്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പും ഉണ്ട്, ഓട്ടോമാറ്റിക് ഹിറ്റിംഗും ഉണ്ട്. ഇറ്റ് ഈസ് capable ഓഫ് ഡീപ്പ് ആൻഡ് ലിറ്ററൽ വാട്ടർ. ലിറ്ററൽ എന്ന് വെച്ചാൽ ആഴം കുറഞ്ഞ, ഡീപ്പ് ആൻഡ് ലിറ്ററൽ വാട്ടർ ടാർഗറ്റ്. കേപ്പബിൾ ഓഫ് ഹിറ്റിംഗ് ഡീപ്പ് ആൻഡ് ലിറ്ററൽ വാട്ടർ ടാർഗറ്റ്. കഴിയോ? ഒന്ന് ഓട്ടോമാറ്റിക്കും ഒന്ന് ഗൈഡഡും. റിമോട്ട് കൺട്രോൾ ഗൈഡഡ്. ഓട്ടോമാറ്റിക്കലി ഗൈഡഡ് ആൻഡ് റിമോട്ട് കൺട്രോൾ ഗൈഡഡ്. ഇത്രയും നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 5-6 മാസം കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മിസൈൽസാണ്. ഇനി കുറച്ച് പേരും കൂടെ വേണം എനിക്ക്. അഗ്നി 1, 2, 3, തൃശൂൽ എന്താണ്, സീരീസ് എന്താണ്, അത് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ, അതായത് ബാക്കി സിസ്റ്റം പറയുമ്പോൾ ഒന്നിച്ചെടുക്കാം. ഇനി കറണ്ട് അഫയേഴ്സ് കുറച്ച് പോർഷൻ കൂടെ ബാക്കിയുണ്ട്. അതിനകത്താണ് ബാബ കവച്. കേട്ടിട്ടുണ്ടോ? ഇതും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ന്യൂസിൽ വന്നതാണ്. ബാബ കവച് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും?
It's a bulletproof jacket designed by Baba Atomic Research Institute of India. Bulletproof vest. It's a modern, lightweight, bulletproof jacket developed by Baba Atomic Research Facility. And what is the significance of having bulletproof jacket? Defense is very important. India is a force very important. We have inmates in the force in the army. Army is a large, extensive land boundary. In the glacier belt, bulletproof jacket is mandatory. Bulletproof jacket is a disadvantage. It is heavy weight. നിങ്ങൾ ഈ മുംബൈ അറ്റാക്കിന്റെ സമയത്തൊക്കെ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹേമാനന്ദ് കർക്കരെ പുള്ളി ഹെവി വെയിറ്റ് ആയതുകൊണ്ട് ആൾക്കാർ ഇത് യൂസ് ചെയ്യില്ല പൊതുവെ. കാരണം ഭയങ്കര ഡിസ്കംഫോർട്ട് ആയിരിക്കും. പ്രത്യേകിച്ച് ഹില്ലി ഏരിയാസിലൊക്കെ കയറുമ്പോൾ ഇത് തന്നെ ഉണ്ടാവും 7-8 കിലോ. കാരണം മെറ്റാലിക് ആയിരിക്കും സാധനം. അപ്പോൾ ഇത് ഭയങ്കര ലോ വെയിറ്റ് ആണ്. നമ്മൾ സാധാരണ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉപയോഗിക്കേണ്ടായിരുന്ന മെറ്റീരിയൽ ഏതാ അറിയോ? കെവ്ലാർ കേട്ടിട്ടുണ്ടോ? കെവ്ലാർ, കാർബണിന്റെ കോമ്പൗണ്ട്. കെവ്ലാർ ഒക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് അറിയോ? ഇവിടെ നമ്മൾ 6-7 ലെയറായിട്ട് കാർബൺ നാനോ പാർട്ടിക്കിൾസിന്റെ പോളിഷിംഗ് കൊടുത്തിട്ട് അതിനിടയിലാണ് സ്ട്രെസ് റിലീഫിംഗ് മെറ്റീരിയൽ കൊടുക്കുന്നത്. അതായത് ഇങ്ങനൊരു ലെയർ ആയിരിക്കും ജാക്കറ്റിന്. ഈ ജാക്കറ്റിനകത്ത് 6 ലെയറാക്കി ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ എല്ലാ ഇടയിൽ കാർബൺ നാനോ പാർട്ടിക്കിളിൻ്റെ ഒരു കോട്ടിങ് ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഹൈ ടെമ്പറേച്ചറിൽ ഇതിനെ ഒന്നിച്ച് ഫ്യൂസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ബുള്ളറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഒന്ന് പുറത്ത് മെറ്റാലിക് ലെയറുള്ളതുകൊണ്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് വരുന്ന ഇമ്പാക്റ്റിനെ ഈ ലെയറുകൾക്കിടയിൽ ഷോക്ക് അബ്സോർബ് ചെയ്ത് കളയും. അപ്പോൾ ഇട്ടുന്ന ആൾക്ക് ഇമ്പാക്റ്റ് ഷെയർ ആവില്ല. എന്താ ഇമ്പാക്റ്റ്? ഇമ്പാക്റ്റും മൊമെൻറ്റം എന്താ? മൊമെൻറ്റം നിങ്ങളുകൊണ്ട് +1 +2 പഠിച്ചിട്ടുണ്ടാവും. P=mv എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, ഓർക്കുന്നുണ്ടാവും. എന്താ P=mv? മൊമെൻറ്റം എന്ന് വെച്ചാൽ എന്താ ബേസിക്കലി? What do you mean by momentum? എനിക്ക് വേണമെങ്കിൽ ഒരാളെ അടിക്കാം. അപ്പം ഞാൻ അടിച്ചാൽ അയാൾക്കുണ്ടാകുന്ന വേദന ആക്ച്വലി എൻ്റെ മൊമെൻറ്റം കാരണമാണ്. അപ്പോൾ ആ വേദന കൂട്ടാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാം? 2 കാര്യം ചെയ്യാം. ഒന്നെങ്കിൽ എൻ്റെ കൈ ഹെവി വെയിറ്റ് ആക്കാം, അല്ലെങ്കിൽ എനിക്കൊരു ഇരുമ്പ് കട്ട കൊണ്ട് അടിക്കാം. അപ്പോൾ എന്ത് പറ്റും? അതുകൊണ്ടാണ് ഈ ഇരുമ്പ് കട്ടയൊക്കെ യൂസ് ചെയ്യുമ്പോൾ M കൂടും. കണ്ടോ ഇവിടുത്തെ മൊമെൻറ്റം കൂടും. ഇനി എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? വെലോസിറ്റി കൂടും, അതായത് സ്പീഡിലടിക്കുക. അപ്പോൾ ഈ 2 പരിപാടി ചെയ്തിട്ടാണ് നമ്മൾ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരാൾ വെടിവെക്കുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താ? നിങ്ങൾ ഇക്ലിയാക്കണമെന്നാണോ? അല്ല, നിങ്ങളെ ഡെഡ്ലി ആയ സാധനമാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഡെഡ്ലി ആവുന്നത്? നിങ്ങൾ ടിഷ്യൂവിനെ ബ്രേക്ക് ചെയ്ത് അകത്ത് കയറണില്ല. അത് അതിനകത്ത് വിഷമുള്ളതുകൊണ്ടാണോ അത് വിഷമാവുന്നത്? അല്ല, നിങ്ങൾ ടിഷ്യൂവിനെ പൊട്ടിച്ച് ബോഡിയെ ബ്ലീഡിങ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചൂസ് ചെയ്യുന്ന ഗണ്ണിനകത്ത് യൂസ് ചെയ്യുന്ന ബുള്ളറ്റിൻ്റെ പ്രത്യേകത അത് ലോ വെയിറ്റ് ആണോ ഹെവി വെയിറ്റ് ആണോ? അതിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ അത് എക്സ്ട്രീംലി ഹെവി വെയിറ്റ് ആണ്. നമുക്ക് കാണുമ്പോൾ ഒരു ഓമനത്തുള്ള ഡിസൈനൊക്കെ ആണെങ്കിൽ എടുക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ വലിയ ഒരു സ്ട്രിപ്പൊക്കെ ആണെങ്കിൽ എടുത്ത് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ബുള്ളറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി M ഭയങ്കര കൂടുതലാണ്. ഇനി വെലോസിറ്റിയോ? വെലോസിറ്റി ഗണ്ണിൻ്റെ എക്സ്പ്ലോസീവ് ഷൂട്ടിംഗ് ആയതുകൊണ്ട് ഭയങ്കര സേവി. അതുകൊണ്ട് ആ ക്ലോസ് റേഞ്ചിലൊക്കെ വെടികൊണ്ട് ആൾ രക്ഷപ്പെടാത്തത്. ഭയങ്കര മൊമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ മൊമെൻറ്റം ജനറേറ്റ് ചെയ്യുന്ന സാധനത്തിന് അപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് റോൾ ഈസ് ടു റെഡ്യൂസ് ദ മൊമെൻറ്റം. ഇപ്പോൾ ലെയർ ആക്കുക, മൊമെൻറ്റം കുറക്കുക. ഇനി എനിക്കിവിടെ ആവശ്യമുള്ള സാധനം, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമുണ്ട്, ഇനേഷ്യ. എന്താ അറിയോ? ഇനേഷ്യ ഓഫ് റെസ്റ്റും ഉണ്ട്, ഇനേഷ്യ ഓഫ് മോഷനും ഉണ്ട്. ഇതും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, +2. എന്താ അറിയോ? അപ്പം ഞാൻ മൂവ് ചെയ്യുന്ന ബസ്സിൽ നിന്ന് ഞാൻ ചാടി ഇറങ്ങുമ്പോൾ ഞാൻ ഒറ്റയടിക്ക് റോഡിൽ നിന്നാൽ ഞാൻ മൂക്ക് പിടിച്ച് വീഴും. എന്തുകൊണ്ടാ? അതേതാ? ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണോ ഇനേഷ്യ ഓഫ് മോഷൻ ആണോ? അത് ഇനേഷ്യ ഓഫ് മോഷൻ ആണ്. കാരണം എൻ്റെ മൈ ബോഡി വാസ് ഓൺ എ വെലോസിറ്റി, സോ മൈ ബോഡി ഹാസ് എ ടെൻഡൻസി ടു കണ്ടിന്യൂ വിത്ത് ദാറ്റ് വെലോസിറ്റി. സഡൻലി ഞാൻ സ്റ്റേഷനറി ആയാൽ എൻ്റെ ബോഡി അങ്ങോട്ട് മൂവ് ചെയ്യും, പക്ഷെ കാല് അതിനെ സപ്പോർട്ട് ചെയ്യില്ല, അപ്പോൾ ഞാൻ വീഴും. നേരെ തിരിച്ചുണ്ട്. അതുകൊണ്ട് ട്രെയിനിൽ കയറുമ്പോൾ ഓടി കയറുന്ന ആൾക്കാർ ഓടി ആദ്യം ട്രെയിനിൻ്റെ വെലോസിറ്റി ആവുക, എന്നിട്ട് കയറുക. അല്ലെങ്കിൽ എന്ത് പറ്റും? ട്രെയിൻ മൂവ് ചെയ്യും, പക്ഷെ എൻ്റെ ബോഡി സ്റ്റാറ്റിക് ആയിപ്പോൾ, അപ്പോൾ ഞാൻ പുറകിൽ പേടിക്കും. അപ്പോൾ ഈ സാധനം ഇനേഷ്യ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, ഇവിടെ ആവശ്യമില്ല. അപ്പോൾ ഇനേഷ്യ നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയൊക്കെയാണ്? നിങ്ങളൊന്ന് പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇനേഷ്യ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇനേഷ്യ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ഉണ്ട് കുറേ. അപ്പോൾ ഇവിടെ ഇത് എഴുതിയില്ലല്ലോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഈ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റിൻ്റെ
indigenous, lightweight, life jacket for armed forces. Developed by Baba Atomic Research Institute. Use high density polyethylene. High density polyethylene ആണ് നമ്മൾ 6 ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. And carbon nanoparticle polishing is given between the layers. Polyethylene ആണ്. And carbon polyethylene യൂസ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താ? ഇത് ലൈറ്റ് വെയിറ്റ് ആവാൻ കാരണം പോളിയെത്തിലീൻ യൂസ് ചെയ്യുക പ്ലാസ്റ്റിക് പോലത്തെ മെറ്റീരിയലാണ്. അതായത് പണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കെവലാറൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹെവിയാണ്, അതായത് ഭയങ്കര കട്ടിയുള്ള നമ്മൾ ഈ സ്വിച്ച് ബോർഡിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ മെറ്റീരിയലാണ്. അപ്പം ഒരു 6 ലെയർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വെയിറ്റ് വരും. അതിന് പറയാൻ ഇപ്പോൾ പോളിമർ യൂസ് ചെയ്തു. ഇനി കാർബൺ നാനോ പാർട്ടിക്കിൾ. എന്താ നാനോ പാർട്ടിക്കിളിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? നാനോ ടെക്നോളജി എടുക്കുമ്പോൾ ഞാൻ പറയും. നാനോ എന്ന് വെച്ചാൽ എന്താ ബേസിക്കലി മീനിങ് എന്താ? ചെറുതെന്നല്ല, 10⁻⁹ റേഞ്ചിലുള്ളതെന്നാണ്. അതായത് അതിൻ്റെ സൈസ് 1ൻ്റെ കൂടെ 9 0 വന്നൊരു നമ്പർ, ഇതിൻ്റെ എത്രയാണോ സൈസ് ആ സൈസ് അതിനുണ്ടാവും. ചെറിയ സൈസുള്ള സാധനം ഡെവലപ്പ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ? ഇപ്പം നിങ്ങൾ വാട്ടർ പ്യൂരിഫയറിനകത്തൊക്കെ കാണുന്നുണ്ടാവും മൈക്രോ ഫിൽട്രേഷൻ. എന്താ മൈക്രോ ഫിൽട്രേഷൻ? അതായത് 10⁻⁶ സൈസുള്ള ദ്വാരങ്ങളുള്ള ഒരു ഫിൽട്ടർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ഫിൽറ്ററിൽ കൂടെ വെള്ളം കടത്തി വിടുമ്പോഴുള്ള ഗുണം എന്താ? 10⁻⁶ മുകളിൽ സൈസുള്ള എല്ലാ സാധനം അതിനകത്ത് കൊടുക്കും. വാട്ടർ മോളിക്കൂൾ അതിനേക്കാൾ താഴത്തെ സൈസാണ്, അപ്പോൾ വാട്ടർ മാത്രം താഴേക്ക് വരും. പക്ഷേ അതേസമയത്ത് നാനോ റേഞ്ചിലുള്ള ഒരു വൈറസ് അതിനകത്തുണ്ടെങ്കിലോ അതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ദ ഹയർ ഈസ് യുവർ ഫിൽട്ടർ ദ ബെറ്റർ ഈസ് യുവർ പ്യൂരിഫിക്കേഷൻ. അപ്പോൾ നമ്മളൊരു നാനോ ഫിൽട്ടർ സക്സസ്ഫുള്ളി ഉണ്ടാക്കിയാൽ നാനോ ഫിൽട്ടർ യൂസ് ചെയ്താൽ മതി വാട്ടർ പ്യൂരിഫയർ, വേറെ ഒന്നും വേണ്ട. കാരണം ബാക്കി എല്ലാ സാധനവും ഫിൽട്ടറോടായി പോകും സൈസ് വെച്ചിട്ട്. ഇനി പൊല്യൂഷൻ മാസ്കുകൾ. എങ്ങനെയാണ് പൊല്യൂഷൻ മാസ്കിൽ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? പൊല്യൂഷൻ എടുത്തോ? അല്ല, PPM കേട്ടിട്ടുണ്ടോ? പർട്ടിക്കുലേറ്റ് മാറ്റർ പൊല്യൂഷൻ. എന്താ PPM? അപ്പോൾ അതിൻ്റെ സൈസാണ്, ഒബ്ജക്റ്റിൻ്റെ സൈസാണ് പറയുന്നത്. 50 ppm താഴെയുള്ള ഒബ്ജക്റ്റ് ആകുമ്പോൾ ഭയങ്കര, നമ്മൾ പ്ലാസ്റ്റിക്കിനൊക്കെ പറയില്ലേ 50 ppm എങ്കിലും ഉള്ളത് ഉപയോഗിക്കണം. എന്തുകൊണ്ടാണ്? താഴ്ന്ന PPM ഉള്ള പ്ലാസ്റ്റിക് നമ്മൾ നിരോധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പൊല്യൂട്ടൻ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പോൾ അതിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല, ഭയങ്കര താഴ്ന്ന സൈസാണ്, ഈവൻ വിസിബിൾ പോലും ആയിരിക്കില്ല. പക്ഷെ അത് ലങ്സിലൊക്കെ പോയിട്ട് കുടുങ്ങി കിടക്കും. അപ്പം പൊല്യൂഷൻ മാസ്കിനകത്ത് നിങ്ങൾക്ക് നാനോ ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും എഫക്റ്റീവ് ആയിരിക്കും എയർ പൊല്യൂഷൻ ഫിൽറ്ററിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിൽറ്റർ എത്രത്തോളം താഴ്ത്താൻ പറ്റും അത്രയും നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് നാനോ ടെക്നോളജി ഇപ്പോഴത്തെ ഒരു ഹോട്ട് സബ്ജക്റ്റായി മാറുന്നത്. ഇനി ഇത് മാത്രമല്ല, വേറെയും കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ്സ് ഇതൊക്കെ നാനോ റേഞ്ചിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നാനോനേക്കാൾ വലുതാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ സെമി കണ്ടക്ടറിനകത്ത് വലിയൊരു പ്രോസസ്സർ ചെയ്യാൻ പറ്റും. ഫോണൊക്കെ ചെറുതായി വരുന്നത് നാനോ ടെക്നോളജി ഉള്ളതുകൊണ്ടാണ്. അപ്പം ഇത് നമ്മൾ ഇതാ എഴുതിക്കൊണ്ടത്, ഇത് എഴുതിക്കോ. ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് 7.62 mm ബുള്ളറ്റ്. ഈ ബുള്ളറ്റ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഭയങ്കര ഫേമസ് ബുള്ളറ്റാണ് 7.62 mm. എന്താ ഈ MM എന്ന് പറയുന്നത്? ഈ ബുള്ളറ്റിന് എന്തുകൊണ്ടാണ് MM സൈസ് പറയുന്നത്? ബാലിസ്റ്റിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ബാലിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താ? അതായത് ഒരു എക്സ്പ്ലോഷനോ അല്ലെങ്കിൽ ഒരു ഫയറിംഗ് ഒക്കെ നടക്കുമ്പോൾ ഏത് ഗണ്ണാണ് യൂസ് ചെയ്തത്, ഏത് കൺട്രി മെയ്ഡ് ഗണ്ണാണ്, ഏത് ആംഗിളിലാണ് ഷൂട്ട് ചെയ്തെന്നൊക്കെ മനസ്സിലാക്കുന്നത് ബോഡിയിലുള്ള വോൺസും പിന്നെ കിട്ടുന്ന ബുള്ളറ്റിൻ്റെ ക്യാപ്പിങ്ങും വെച്ചിട്ടാണ്. അപ്പോൾ ഓരോ ബുള്ളറ്റും സ്പെസിഫിക് ഒരു ഗണ്ണിന് വേണ്ടിയുള്ളതായിരിക്കും. ആ ഗണ്ണിന് ഉപയോഗിക്കുന്ന പൈപ്പിൻ്റെ സൈസ് ആയിരിക്കും അതിനും. അതിൻ്റെ റേഡിയസ് ആണ് ഈ മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 7.62 mm എന്ന് പറഞ്ഞ ഒരു ഫേമസ് ബുള്ളറ്റാണ്. AK-47 ബുള്ളറ്റാണ്. സോ AK-47 വെച്ചുള്ള ഫയറിങ്ങിനെ ഇതിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. 7.62 നിങ്ങൾ കേട്ടില്ല സിനിമയിലൊക്കെ 0.5 mm ബുള്ളറ്റാണ് യൂസ് ചെയ്തെന്നൊക്കെ പറയുന്നത്. 0.5 mm ആണ് അതിൻ്റെ റേഡിയസ്. ഇപ്പോൾ നമ്മൾ സാധാരണ പിസ്റ്റലിലൊക്കെ കാണുന്നത് 0.5 mm ആയിരിക്കും. ഈ സൈസ് കൂടുന്തോറും അതിൻ്റെ ഇമ്പാക്റ്റും കൂടും, വെയിറ്റ് ഉണ്ടാവും. High density polyethylene is used and carbon nano polishing is given. Carbon nanoparticles polishing is given between layers. All the layers are fused at high temperature. Layers high temperature ഒന്നിച്ച് ഫ്യൂസ് ചെയ്ത് കളയും.